പ്രസാദം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ദൈവവചനമായി നിൽക്കുവാൻ ബലപ്പെടുത്തിയ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം. 103 സങ്കീർത്തനം 7 വാക്യം. 103 സങ്കീർത്തനം 7 വാക്യം. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. ദാവീദ് രാജാവിൻ്റെ പ്രസിദ്ധ സങ്കീർത്തനങ്ങൾ ഒന്നാണ് 103. അതിൽ ദൈവം ചെയ്ത ഒരു കാര്യം പറയുന്നു. അവൻ തൻ്റെ വഴികളെ മോശയെ അറിയിച്ചു, പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെ അറിയിച്ചു. എന്താണ് വഴിയും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ട് മോശയെ വഴി അറിയിച്ചു? എന്തുകൊണ്ട് ഇസ്രായേൽ മക്കളെ വഴി അറിയിച്ചില്ല? ദൈവവചനം ശ്രദ്ധിക്കുന്ന പഠിക്കുന്ന ഒരാൾക്ക് ഈ സംശയങ്ങൾ ഉള്ളിലുണ്ടാകാം. വഴി ഒരാളിനെ മാത്രമാണ് അറിയിച്ചത്. ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ മരുഭൂമി ജീവിതത്തെ നോക്കിക്കൊണ്ടാണ് ദാവീദ് പറയുന്നത്. അവൻ തൻ്റെ വഴികളെ മോശയെ അറിയിച്ചു, പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെ അറിയിച്ചു. എന്നാൽ അത് വായിക്കുമ്പോൾ നമുക്ക് ഗൗരവമായിട്ട് തോന്നത്തില്ല. അല്പം കൂടി ശ്രദ്ധിച്ച് വായിച്ചാൽ വലിയ ചില വ്യത്യാസങ്ങൾ ആ വേദഭാഗത്ത് അതിൽ നിന്ന് വ്യത്യാസങ്ങൾ മാത്രമല്ല ആത്മീയ പാഠങ്ങളും നമുക്ക് പഠിക്കുവാനുണ്ട്. വഴി ദൈവം അറിയിക്കാത്തതാണോ? ഇസ്രായേൽ മക്കളെ അറിയിക്കാത്തതാണോ? അവർ അറിയാത്തതാണോ? 95 സങ്കീർത്തനം 10 വാക്യം അതിന് മറുപടി തരുന്നു. 95 സങ്കീർത്തനം 10 വാക്യം. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. വഴികൾ അറിയാത്തവരെന്ന് മാത്രമല്ല, അറിഞ്ഞിട്ടില്ലാത്തവർ എന്ന് പറഞ്ഞു. കാരണം അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം. അപ്പോൾ ദൈവത്തിൻ്റെ വഴികളെ അവർ അറിഞ്ഞില്ല. മാത്രമല്ല 78 സങ്കീർത്തനം 37 വാക്യത്തിൽ വേറൊരു വിശദീകരണം കൂടെ നമുക്ക് കാണാം. 78 സങ്കീർത്തനം 37 വാക്യം. അവരുടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരുന്നില്ല, അവൻ്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല. അവരുടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരുന്നില്ല. അസ്ഥിരന്മാരായി, ഹൃദയത്തിൽ അസ്ഥിരന്മാരായിരിക്കാൻ അവർക്ക് ദൈവത്തിൻ്റെ വഴികൾ അറിയുവാൻ കഴിഞ്ഞില്ല. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം. മന്നാർന്നു, പാറയിൽ നിന്നുള്ള വെള്ളം കുടിച്ചു, മേഘസ്തംഭത്തിൻ്റെ കീഴിൽ യാത്ര ചെയ്തു. അഗ്നിസ്തംഭം അവരെ രാത്രി പരിപാലിച്ചു. മുന്നും പിന്നും ദൈവ സാന്നിധ്യം അവരെ നടത്തി. എങ്കിലും കുറെ കൂടെ തെളിച്ചു പറഞ്ഞാൽ, മോശ ആവർത്തന പുസ്തകത്തിൽ അവരോട് പറഞ്ഞതുപോലെ അവരെ കാൽ വീങ്ങിയില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല, അവരെ കാലിലെ ചെരുപ്പ് തേഞ്ഞില്ല. ഇത്ര ശ്രേഷ്ഠമായി സ്വർഗീയന്മാരുടെ സ്വർഗീയ ഭോജനം അവർ പഠിച്ചു. ഇത്ര ശ്രേഷ്ഠമായി നടത്തിയിട്ട് ദൈവത്തിൻ്റെ വഴികളെ അവർ അറിഞ്ഞില്ല. അതിന് കാരണം ഇതാണ്, അവരുടെ ഹൃദയം അവങ്ങളിൽ സ്ഥിരമായിരുന്നു, അസ്ഥിരമായിരുന്നു, തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരായിരുന്നു. 40 വർഷം അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ നടത്തിയിട്ടും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവരോട് സന്തോഷമുണ്ടായതായിട്ട് എഴുതിയിരിക്കുന്നില്ല. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നു എന്നാണ്. നോക്കണേ, ഇന്ന് പലരും ധരിക്കുന്നത് നമുക്ക് ഭൗമികമായ പലതും പ്രാർത്ഥിച്ചും നേടിയെന്ന് പറഞ്ഞ് ദൈവത്തിന് നമ്മൾ പ്രസാദമായെന്നാണ് അവർ ധരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ വെളിച്ചത്തിൽ, ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നാം നോക്കിയാൽ ഭൗമികമായത് എന്നതെല്ലാം ദൈവത്തിന് നമ്മൾ പ്രസാദമായതുകൊണ്ടല്ല, ദൈവപ്രസാദത്തിൻ്റെ ലക്ഷണവുമല്ല ഈ ഭൗമികമായ ദാനങ്ങൾ.
ഞാൻ മുൻപൊരു പ്രാവശ്യം പറഞ്ഞ പോലെ വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തരാത്തത് ദൈവത്തിൻ്റെ കോപത്തിൽ തരും. അത് നമുക്ക് ഭാരവുമായിരിക്കും. അക്ഷയ ഇസ്രായേലിനും സംഭവിച്ചത് അതാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ് വലുത്, പ്രവൃത്തിയോ വഴിയോ? നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിയാണ് വലുത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, വൻകാര്യങ്ങൾ നടക്കുന്നു. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വഴിയാണ് പ്രധാനം. കാരണം വഴി അവൻ്റെ ചിന്തയുടെ ഭാഗമാണ്. നമ്മെക്കുറിച്ചുള്ള അവൻ്റെ വലിയ വിചാരത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ് അവൻ്റെ വഴി. ചൊവ്വയുള്ള വഴിയെ, നേരായ വഴിയെ, തികവുള്ള വഴിയെ നടത്തുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ ആ വഴി പ്രവൃത്തിയുടെ പുറകെ പോയ ഇസ്രായേലിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ ഹൃദയം അവങ്കിൽ സ്ഥിരമായിരുന്നില്ല. അതിൻ്റെ ഫലമായി അവർക്ക് എന്തുണ്ടായി? ഞാൻ പറഞ്ഞല്ലോ, വഴി ദൈവത്തിൻ്റെ പ്രധാന ചിന്തയുടെ ഭാഗമാണ്. അപ്പോൾ സാധാരണ ബാഹ്യ നയനങ്ങൾ കൊണ്ട്, മാനുഷ്യ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കാൻ സാധ്യമല്ല. അതിന് ദൈവാശ്രയവും വിനയവും അവങ്ങളിൽ പൂർണ്ണമായ വിശ്വാസവും അവൻ്റെ ഹൃദയത്തിലുള്ള സമർപ്പണവും വേണം. അക്ഷയ ഇസ്രായേലിന് അതില്ലായിരുന്നു. ആകയാൽ അവർക്ക് അവൻ്റെ വഴി മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? അവരുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വഴി ദൈവം നിയമിച്ച വഴി. അവർ നിയമിച്ചതല്ല, അവർ തിരഞ്ഞെടുത്തതല്ല, ദൈവം നിയമിച്ചതാണ്. ചെങ്കടലും മരുഭൂമിയും എല്ലാം ദൈവം നിയമിച്ചതാണ്. അപ്പോൾ ദൈവം ഒരുക്കിയത് അവർക്ക് മനസ്സിലായില്ലെങ്കിലും അതിലെ അവർ നടത്തിയപ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് അവർക്ക് ഭാരമായി മാറി. പലപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പലതും നമുക്ക് ഭാരമായി തോന്നുന്നല്ലോ. അതുമൂലം വേറൊരു കാര്യം കൂടെ നടന്നു. ഓരോ പരീക്ഷ, ഓരോ പ്രശ്നം വരുമ്പോഴും അവർ പിറുപിറുക്കാൻ തുടങ്ങി. ചെങ്കടലിന് മുൻപ് പിറുപിറുത്തു. അത് കടന്നപ്പോൾ തപ്പും നൃത്തവുമായി ഗാനപ്രതിഗാനമായി മിരിയാം പോലും കൊച്ചുകുട്ടികളെ പോലെ നൃത്തം ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും, മാറായി വന്നപ്പോഴേക്കും അവരുടെ വിധം മാറി, പിറുപിറുക്കാൻ തുടങ്ങി. ചെങ്കടലിൽ പിളർന്ന് ഞങ്ങളെ ഇക്കരെ കൊണ്ടുവന്ന ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട് കൊന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സഹായിക്കുമെന്ന് അവർ പറഞ്ഞില്ല. അവർ പിറുപിറുത്തു. അത് കഴിഞ്ഞ് അതിനും പരിഹാരമുണ്ടാക്കി മാറായെ മധുരമാക്കി കൊടുത്തു. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു. പിന്നെയും സ്ഥിതി ചുരുക്കി പറഞ്ഞാൽ വഴിനിമിത്തം പിറുപിറുത്തു, ഭക്ഷണത്തിന് വേണ്ടി പിറുപിറുത്തു, വെള്ളത്തിന് വേണ്ടി പിറുപിറുത്തു. എന്ത് കാര്യത്തിന് വേണ്ടിയും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടൻ പിറുപിറുപ്പാണ്. ഒന്നിലും സംതൃപ്തരല്ല. ദൈവത്തിൻ്റെ വഴി അറിയാത്തതാണ് ഇതിന് പ്രധാന കാരണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴി ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനോ കഴിയാത്തതാണ് അതിൻ്റെ പ്രധാന കാരണം. ദൈവമക്കളുടെ എല്ലാം ജീവിതത്തിന് ഇതൊരു പാഠമാണ്. ചിലർ പറയും, ഇതൊരു ഒറ്റപ്പെട്ട എക്സെപ്ഷണൽ കാര്യമല്ലേ എന്ന് ചിലർ പറയും. എന്നാൽ ഞാൻ പറയട്ടെ, ഒരു ദിവസത്തെ കാര്യമല്ല, 40 വർഷത്തെ സംഭവങ്ങൾ ചേർത്താണ് ഇവിടെ ദാവീദ് പറഞ്ഞത്. ഒരിക്കൽ പോലും ഞങ്ങളുടെ ദൈവം ഞങ്ങളെക്കുറിച്ചുള്ള കരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഈ വഴിയെ ഞങ്ങളെ നടത്തുന്നത് എന്നവർ ചിന്തിച്ചില്ല. അപ്പോൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഒരുക്കിയത് അവർക്ക് ഭാരമായി തീർന്നു. ഓരോ പരിശോധന വരുമ്പോഴും, ഓരോ പരീക്ഷ വരുമ്പോഴും അവർ പിറുപിറുത്തു. ഓരോ പ്രശ്നത്തിലും, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അവരെ സംതൃപ്തിയോടെ, സാരമില്ല, കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവം, കഴിഞ്ഞ പ്രശ്നത്തിൽ നമ്മെ വിടുവിച്ച ദൈവം ഇതും പരിഹരിക്കും എന്നവർ പറഞ്ഞില്ല. പുതിയ പുതിയ കഥകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഓരോന്നുണ്ടാകുമ്പോഴും പിറുപിറുപ്പ്.
ചുരുക്കി പറഞ്ഞാൽ ഒരിക്കൽ ആ മോശയോട് ദൈവം പറഞ്ഞു, 10 പ്രാവശ്യം അവർ എന്നോട് പിറുപിറുത്തു, ഞാൻ അവരെ സംഹരിച്ചു കളയും. ഇത് തന്നെയല്ലേ ദൈവജനം എന്ന് പറയുന്നവരും ചെയ്യുന്നത്? ഇതാണ് കാരണം, ദൈവത്തിൻ്റെ വഴിയെ മനസ്സിലാക്കാത്തത് കൊണ്ട്. മാത്രമല്ല പിന്നെ സംഭവിച്ചെന്താണ്? വഴി അറിയാത്തതിൻ്റെ ഫലമായി പ്രവൃത്തിയിൽ ആശ്രയിച്ചവർക്ക് പറ്റിയതോ, മരുഭൂമിയിൽ 40 വർഷം കൊണ്ട് 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള 6 ലക്ഷം പേർ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അപ്രതീക്ഷയോടെ ഇറങ്ങിയതാണ്. മിസ്രയീമ്യ അടിമത്തം വിട്ട് ആശയോടെ പ്രതീക്ഷയോടെ ഇറങ്ങിയതാണ്. ഞങ്ങൾക്കൊരു വാഗ്ദത്ത നാടുണ്ട്, പിതാക്കന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത നന്മകൾ ഞങ്ങളെ കാത്തിരിക്കുന്നു, ഞങ്ങൾക്ക് അത് അവകാശമാക്കാം എന്നും പറഞ്ഞ് പ്രതീക്ഷയോടെ ഇറങ്ങിയ മനുഷ്യർ മരുഭൂമിയിൽ അവസാനിച്ചു. കാലേബും യോശുവയും ഒഴികെ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള മോശയും അഹരോനും മിരിയാമും ഉൾപ്പെടെയുള്ളവർ ആ മരുഭൂമിയിൽ അവസാനിച്ചു. മോശയുടെ അന്ത്യം പിന്നെ ഒരു പ്രത്യേകമായ രീതിയിൽ, അത് പിന്നാലെ ചിന്തിക്കാം. മറ്റെല്ലാം മരുഭൂമിയിൽ അവസാനിച്ചു. എന്താ കാരണം? നോക്കണം, ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു. അവരുടെ ഹൃദയം അസ്ഥിരമായതുകൊണ്ട്, തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമായതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളെ അവർ അറിഞ്ഞില്ല. അതിൻ്റെ ഫലമായിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാം കൊടുത്ത് ദൈവം നടത്തിയ യാത്രയും അവർക്ക് ഏറ്റവും ഭാരമായി മാറി. അവരുടെ നന്മയ്ക്കായി ഒരുക്കിയത് അവരെ സംബന്ധിച്ചോളം വ്യക്തിപരമായി ദോഷമായി മാറി. അവരുടെ പ്രശ്നങ്ങളുടെ മധ്യേ ദൈവാശ്രയം അവരെ പ്രകടിപ്പിക്കുകയല്ല, പിറുപിറുക്കുകയായിരുന്നു. മത്സരവും പിറുപിറുപ്പും നന്ദികേടും അവരുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി. അന്ത്യമായി എല്ലാം മരുഭൂമിയിൽ വീണു. അവർ മരിക്കുമ്പോൾ പ്രത്യാശയോടെ അല്ല മരിച്ചത്, ദുഃഖത്തോടെ, നെടുവീർപ്പോടെ, കൂട്ടം കൂട്ടമായി മരണം നടക്കുന്ന സന്ദർഭം ഉണ്ടായി. ഒരു പ്രാവശ്യം ദുരാഗ്രഹികളുടെ കൂട്ടത്തെ, ദുർമോഹികളുടെ കൂട്ടത്തെ 23,000 പേർ ഒരു ദിവസം. ഇതുപോലെ എത്ര. മാത്രമല്ല ഈ 40 വർഷവും അവർ മരുഭൂമിയിൽ ഒഴിലാൻ കാരണവും അവരുടെ അനുസരണയ്ക്ക്, അവരുടെ പിറുപിറുപ്പാണ്. ദേശം ഉറ്റുനോക്കി. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ പിറ്റേ വർഷമാണ് ദേശം ഉറ്റുനോക്കാൻ പോകുന്നത്. കാദേശ് ബർന്നേയിൽ നിന്ന് ദേശം ഉറ്റുനോക്കി തിരിച്ചു വന്നപ്പോൾ അവരുടെ റിപ്പോർട്ട് നേരെ മറിച്ചായി, ജനത്തെ ഇളക്കുന്നതായി. എന്തെന്നെ പറയുന്നു, 10 പേർ എന്ത് വന്നാലും കൈവശമാക്കാൻ പറ്റുകയില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു. ആ വാർത്ത കലക്കമായി, പ്രശ്നമായി. കർത്താവ് പറഞ്ഞു, അന്ന് ദൈവം പ്രത്യക്ഷമായി ഇസ്രായേലിനോട് പറഞ്ഞു, എന്നെ നിരസിച്ചവർ ആരും ഞാൻ അവർക്ക് പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശം അവകാശമാക്കുകയില്ല. നിരസിച്ചവർ ആരും അവർ മരുഭൂമിയിൽ വീണു. ചത്തൊടുങ്ങും വരെ അവർ പാതിവൃത്യ ഭംഗം വഹിക്കും. എത്ര ദുഃഖകരമാണ്. ആശയോടെ ഇറങ്ങിയവർ, പ്രത്യാശയോടെ ഇറങ്ങിയവർ, സന്തോഷത്തോടെ ഇറങ്ങിയവർ, മിസ്രയീമ്യ നുഖത്തിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെട്ടല്ലോ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ ഇറങ്ങിയവർ വഴിയിൽ അവസാനിച്ചു. എത്ര ദുഃഖകരമാണ്. എന്നാൽ വഴി അറിഞ്ഞവനോ, ഇനി അപ്പോൾ ഇതാണ് പ്രവൃത്തിയുടെ പുറകെ പോയവർ. വഴി അറിയാത്തവർ വഴിയിൽ അവസാനിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ വഴി അറിഞ്ഞവനോ, മോശ ദൈവത്തിൻ്റെ വഴി അറിഞ്ഞു. വഴി അറിഞ്ഞവൻ ആ വഴിയിൽ നിൽക്കും. അപ്പം അവൻ്റെ ഹൃദയം ദൈവത്തിൽ സ്ഥിരമായിരുന്നു. അവരുടെ ഹൃദയം തെറ്റിപ്പോകുന്നതായിരുന്നു. മോശയുടെ ഹൃദയം ദൈവത്തിൽ സ്ഥിരമായിരുന്നു. അവൻ്റെ നിയമത്തോട് അവൻ്റെ അവിശ്വസ്തത കാണിച്ചില്ല. മാത്രമല്ല എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, മോശ
ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വഴി മോശ അറിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, അതിൽ മനസ്സിലാക്കാവുന്നത് 95 സങ്കീർത്തനം 10 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിന് മോശയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഹൃദയം തെറ്റിപ്പോകുന്നതല്ലായിരുന്നു, അവർ ദൈവത്തിൽ ആശ്രയിച്ചു. 78 സങ്കീർത്തനം 37 വാക്യം പറഞ്ഞ പോലെ അവരുടെ ഹൃദയം അങ്ങിൽ സ്ഥിരമായിരുന്നില്ല, മോശയുടെ ഹൃദയം ദൈവത്തിൽ സ്ഥിരമായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം എബ്രായത്തിൽ വ്യക്തമായി എഴുതി, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവം ഏൽപ്പിച്ചതിൽ. അപ്പോൾ വഴി മനസ്സിലാക്കിയവൻ. ഹൃദയം സ്ഥിരമായെങ്കിൽ മാത്രമേ, നമ്മുടെ ഹൃദയം ദൈവത്തിൽ സ്ഥിരമായിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വഴിയെ അറിയുവാൻ സാധ്യമാകുള്ളൂ. വഴി അറിഞ്ഞവൻ്റെ പ്രത്യേകത എന്താണ്? ഒരു 7 കൂട്ടം കാര്യങ്ങൾ ആ ബന്ധത്തിൽ ഞാൻ പറയാം. വഴി അറിഞ്ഞവൻ ആ വഴിയിൽ നിൽക്കും, അതിൽ നടക്കും. വഴിവിട്ട് ദൈവ വഴി അറിഞ്ഞവൻ, ശരിയായി മനസ്സിലാക്കിയവൻ ദൈവ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. 2, വഴിയുടെ കർത്താവിനെ അവൻ വെളിപ്പെടുത്തും. മോശയുടെ ജീവിതം നോക്കിയാൽ ഓരോ ദിവസവും ഇസ്രായേൽ മക്കളോട് കർത്താവിൻ്റെ ഇഷ്ടമറിഞ്ഞ് അത് പറയുകയാണ് മോശ ചെയ്തത്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഇഷ്ടവും ദൈവത്തിന്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഇസ്രായേൽ മക്കൾ അറിഞ്ഞത് മോശയിൽ കൂടെയാണ്. ഇസ്രായേലിൻ്റെ ദൈവത്തെ ഇസ്രായേലിന് മനസ്സിലാക്കി കൊടുത്തത് മോശയാണ്. അതാ പറഞ്ഞ വഴിയുടെ കർത്താവിനെ അവൻ വെളിപ്പെടുത്തും. മാത്രമല്ല, അവൻ എപ്പോഴും പാപത്തോട്, മൂന്നാമത് ഞാൻ പറയുന്നു, അവൻ പാപത്തോട് എതിർത്ത് നിൽക്കും. കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവത്തെ കോപിച്ചപ്പോഴും അവൻ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. ശക്തമായ അതിനോട് എതിർത്തു. അതിനെ ഒന്ന് കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചു. അത് കഴിഞ്ഞ് ആ കാളക്കുട്ടിയെ എടുത്ത് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ കലക്കി അവരെ കുടിപ്പിച്ചു. എന്നിട്ട് അടുത്ത യഹോവയുടെ പക്ഷത്തുള്ളവൻ വരട്ടെ എന്ന് പറഞ്ഞു. ലേവ്യർ മോശയുടെ അടുത്ത് ചേർന്നു. അവരോട് പറഞ്ഞു, വെട്ട്, ഒരു മുഖക്ഷമില്ലാതെ ശിക്ഷ നടത്തുക. 3000 പേർ തൽഫലമായി മരിച്ചു. ആരോനെ അവൻ ശാസിച്ചു. ചുരുക്കി പറഞ്ഞാൽ, പാപത്തോട് ഒരു വിട്ടുവീഴ്ചയും വഴി അറിഞ്ഞവനില്ല. അതാ പ്രത്യേകത. പാപത്തോട് എന്ത് വന്നാലും, എബ്രായലേഖനം 12 അധ്യായത്തിലൊരു വാക്യമുണ്ടല്ലോ, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പാപത്തോടുള്ള പോരാട്ടം ഒരു കാരണവശാലും പാപത്തോട് വിട്ടുവീഴ്ചയില്ല. ദൈവത്തിൻ്റെ വഴി അറിഞ്ഞവൻ ആ വഴിയിൽ തന്നെ നിൽക്കും. പാപത്തെ ഒരു കാരണവശാലും കണ്ണടക്കിയില്ല. അവൻ ശാസിക്കും, അവൻ എതിർക്കും, അവൻ ഉറച്ചു നിൽക്കും. മാത്രമല്ല, 4, ഇസ്രായേലിന് ന്യായപ്രമാണം കൊടുത്തത് മോശയാണ്. ഒരു പ്രത്യേകത, അവൻ ദൈവസേനയിൽ ചെല്ലും, ദൈവം അവനോട് സംസാരിക്കും. 10 കൽപ്പനയോ ന്യായപ്രമാണത്തിലെ മറ്റ് ആലോചനകളോ ചട്ടങ്ങളോ കൽപ്പനകളോ എല്ലാം ദൈവം നേരിട്ട് ഇസ്രായേലിനോട് പറയുകയല്ല ചെയ്തത്. അവൻ്റെ വഴി അറിഞ്ഞ് അവൻ്റെ ദാസനിൽ കൂടെ ദൈവം സംസാരിച്ചു. നമുക്ക് അടിക്കടി കാണാം, യഹോവ മോശയോട് അരുളിച്ചെയ്തത്, യഹോവ മോശയോട് ഇപ്രകാരം അരുളിച്ചെയ്തു, യഹോവ മോശയോട് ഇപ്രകാരം അരുളിച്ചെയ്തു. ഓരോ കാര്യത്തിനും ദൈവം മോശയോടാണ് പറഞ്ഞത്. അവനാണ് ജനത്തെ അറിയിക്കുന്നത്. ദൈവപ്രമാണത്തെ, ദൈവകൽപ്പനയെ, സത്യത്തെ മോശ വെളിപ്പെടുത്തി. കർത്താവിനെ വെളിപ്പെടുത്തുക മാത്രമല്ല, ദൈവകൽപ്പനകളും അവരെക്കുറിച്ചുള്ള ദൈവപ്രമാണങ്ങളും വഴി അറിഞ്ഞവൻ വെളിപ്പെടുത്തി. ഇന്നും അത് തന്നെയാണ്. ദൈവ വഴി അറിഞ്ഞവൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചുകൊണ്ടിരിക്കും. അല്ലാത്തവൻ കെട്ടുകഥയും കളിയും ചിരിയും തമാശും
മറ്റും പറഞ്ഞ് ജനത്തെ രസിപ്പിക്കും. കാഴ്ച പോയ ശിംശോൻ ഫിലിസ്ത്യരുടെ മുൻപിൽ കളിച്ചതുപോലെ ഇന്ന് അനേകർ കളിക്കുന്ന കാണാം. ജനത്തെ രസിപ്പിക്കുകയാണ്. എന്നാൽ വഴി അറിഞ്ഞവൻ അത് ചെയ്യത്തില്ല. പ്രമാണമുണ്ട്, പ്രമാണത്തിൻ്റെ ആഴങ്ങൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. അവനോട് അവൻ്റെ കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല, ഞാൻ അതിവേഗത്തിൽ മുന്നോട്ട് പോട്ടെ. 5, അവൻ കർത്താവിനോട് ചേർന്നിരിക്കും. അവന് ദൈവത്തിൻ്റെ പക്ഷമേ ഉള്ളൂ. വഴി അറിഞ്ഞവന് ദൈവത്തിൻ്റെ പക്ഷമേ ഉള്ളൂ. അവൻ്റെ ദൈവത്തോട് കൂടെ ഒറ്റയ്ക്ക് നിന്നാലും ദൈവത്തോട് കൂടെ. ഇന്ന് പൊതുവെ പറയുന്നൊരു വാക്കുണ്ട്, ഭൂരിപക്ഷം 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 ഞങ്ങളുടെ ഭാഗത്താണ്, ഭൂരിപക്ഷം എൻ്റെ ഭാഗത്താണ് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ലോകം മുഴുവൻ നമ്മുടെ ഭാഗത്ത് നിന്നാലും ദൈവം നമ്മോട് കൂടില്ലെങ്കിൽ വട്ടപൂജ്യമാണ് നാം. ലോകത്തിലാരും നമുക്ക് തുണയില്ലെങ്കിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, വഴിയുടെ നാഥൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ലോകത്തിലേക്കും ഭൂരിപക്ഷമാണ് നാം, ലോകത്തിലേക്കും ധന്യരാണ് നാം, ലോകത്തിലേക്കും ശക്തരാണ് നാം. വഴി അറിഞ്ഞവൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കും. വേറൊരു വിഷയം അവനില്ല. ദൈവപക്ഷത്ത് അവൻ്റെ കൂടെ ആളുണ്ടെന്നോ ഒന്നും അവന് നോട്ടമില്ല. ദൈവത്തോടു കൂടെ. മാത്രമല്ല, വേറൊരു കാര്യം കൂടെ കാണാം. ആവർത്തന പുസ്തകം 34-ാം അധ്യായം വായിച്ചാൽ മോശയുടെ അന്ത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അവൻ്റെ ദേഹബലം കുറഞ്ഞില്ല, കണ്ണിൻ്റെ കാഴ്ച മങ്ങിയില്ല. 120 വയസ്സായപ്പോൾ മോശ മരിച്ചു. പക്ഷേ ആ നിമിഷം വരെ അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടില്ല, അവൻ്റെ ദേഹബലം കുറഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ, വഴി അറിഞ്ഞവൻ വഴിയുടെ കർത്താവിനോട് പറ്റി നിൽക്കുന്ന മാത്രമല്ല, അവൻ്റെ ഊർജ്ജസ്വലതയും അവൻ്റെ കാഴ്ചയും ഒരിക്കലും മങ്ങിപ്പോകത്തില്ല. ഇന്ന് ദർശനം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഉള്ളുന്ന ഒരു വലിയ കൂട്ടത്തെ നമുക്ക് കാണാം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവർ പ്രവൃത്തികളുടെ പുറകെ പോയി. എന്നാൽ വഴി അറിഞ്ഞുണ്ടല്ലോ, അവൻ്റെ അവൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തില്ല, അവൻ്റെ ദർശനം നഷ്ടപ്പെടുത്തില്ല. അവസാനത്തോളം അവൻ ദർശനത്തിൽ നിൽക്കുക എന്ന് മാത്രമല്ല, തൻ്റെ ആത്മീയ ആരോഗ്യം അവൻ കാത്തു സൂക്ഷിക്കും. ഹോരേബിൽ പിസ്കയുടെ മോളി മോശം നിൽക്കുന്ന പിന്നെ അത് ചിന്തിക്കാം. നിൽക്കുമ്പോൾ ഹോരേബിൽ കത്തുന്ന തീയുടെ നടുവിൽ നിന്ന് മുൾപ്പടർപ്പിൽ തനിക്ക് പ്രത്യക്ഷമായ ദൈവത്തെ കണ്ടാണ് മോശ ഇറങ്ങുന്നത്. 40 വർഷം കഴിഞ്ഞ് പിസ്കയുടെ മുകളിൽ നിൽക്കുമ്പോൾ മോശയ്ക്ക് അന്നും അവൻ്റെ ദർശനം മങ്ങിയില്ല. ഒരു സംശയവും മോശയ്ക്കില്ല, ഒരു ചിന്താക്കുഴപ്പവും മോശയ്ക്കില്ല, ഒരു കുഴപ്പവുമില്ല. അപ്പോഴും അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു. അന്നും ദൈവശബ്ദം കേട്ടു, ദൈവാലോചന കേട്ടു. അവൻ്റെ ശക്തി കുറഞ്ഞില്ല, അവൻ്റെ ബലം കുറഞ്ഞു പോയില്ല. കാലേബ് യോശുവയോട് പറഞ്ഞ സംഭവം സന്ദർഭവശാൽ ഞാൻ ഓർത്തു പോകുന്നു. 45 വർഷം മുൻപ് അവന് 40-ാം വയസ്സിൽ കാദേശ് പർവ്വതത്തിൽ വെച്ച് ദൈവത്തോട് പറ്റി നിന്ന കാലേബ് പറഞ്ഞല്ലോ. കാലേബ് യോശുവയോട് പറയുകയാണ്, അന്നുള്ള ബലം എനിക്കിന്നുമുണ്ട്. 85 വയസ്സായപ്പോൾ അവൻ പറയുന്നു, 40 വയസ്സിലെ ബലം എനിക്കിന്നുമുണ്ട്. പടവെട്ടാനും പോകാനും വരാനും എല്ലാം എനിക്ക് അന്നത്തെ പോലെ ഉണ്ട്. ഇങ്ങ് എബ്രോൻ മേലെ ഇങ്ങ് നേരെ ഞാൻ പിടിച്ചെടുക്കാം. ഓക്കെ, ബലം കുറഞ്ഞു പോയ ആത്മീയമായ ബലം ദൈവശക്തി നഷ്ടപ്പെട്ട അവശരായി തീർന്ന കാലാന്തരത്തിൽ ഒരിക്കൽ പ്രസംഗിച്ചതും ഒരിക്കൽ പറഞ്ഞതും അബദ്ധമാണെന്ന് ചിന്തിക്കുന്ന അനേകരിന്ന് ആത്മീയ മണ്ഡലത്തിലുണ്ട്. എന്നാൽ ഞാൻ തീർത്ത് പറയട്ടെ, ദൈവത്തിൻ്റെ വഴി അറിഞ്ഞവൻ അവൻ്റെ ആരോഗ്യം നിലനിർത്തും. ആത്മീയ ആരോഗ്യം
മോശയുടെ ശാരീരിക ആരോഗ്യമെങ്കിൽ അവന് ആത്മീയ ആരോഗ്യം നിലനിർത്തും. എത്ര വർഷമായാലും ഒന്നിന് പ്രകാശിച്ചു വരുന്ന, കണ്ണ് പ്രകാശിക്കുന്ന, കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാത്ത, അവൻ്റെ ദർശനത്തിന് നഷ്ടം വരാത്ത ഉന്നതമായ അനുഭവത്തിൽ അവൻ ജീവിക്കും. മാത്രമല്ല, ഏഴാമത് പിസ്കയുടെ മുകളിൽ അവൻ നിൽക്കുക. ചുറ്റും ദേശം മുഴുവൻ അവൻ കണ്ടു. അടുത്ത അവൻ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക. 40 വർഷത്തെ നീണ്ട അധ്വാനവും പ്രയത്നവും. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ സാധാരണക്കാരനല്ല മോശയുടെ കൂട്ടം ഉള്ളത്. അവനെ മുൾപ്പടപ്പിൽ നിന്ന് വിളിച്ചിറക്കിയ അവൻ്റെ ദൈവം ഇവിടെയുണ്ട്. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ വ്യക്തമായി നമുക്കിത് കാണാം. ദൈവം ഇവിടെയുണ്ട്. അപ്പം എൻ്റെ ഭാഷയിൽ അവൻ മരിക്കുമ്പോൾ അവൻ്റെ ദൈവത്തെ കണ്ടുകൊണ്ട്, ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവസനിൽ നിന്ന് മോശ കണ്ണിറങ്ങി. എത്ര ഭാഗ്യമരണമാണ്! മാത്രമല്ല, ഭൂമിയിൽ ജനിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സംസ്കാരം ദൈവം നടത്തിയെന്ന് ഉണ്ടെങ്കിൽ അത് മോശയുടെ മാത്രം. എത്ര ഭാഗ്യമാണ്! തന്നെ വിളിച്ചിറക്കിയ ദൈവത്തെ കണ്ടുകൊണ്ട് തൃപ്പാത്തിൽ വീണ് ജീവിതം അവസാനിപ്പിക്കുക. റെസ്റ്റ് ഇൻ ഹിം, അവനിൽ വിശ്രമിക്കുക. സ്തോത്രം. ഈ ചിന്തതയ്ക്ക് വന്നപ്പോൾ ഞാൻ 7 കാര്യത്തിനും 7 ഇംഗ്ലീഷ് വാക്കിൽ അത് കുറിച്ചിട്ടു. വളരെ മുൻപ് കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചാണ്. വഴി അറിഞ്ഞവൻ ഹി വിൽ റിമൈൻ ഇൻ ദ വേ, വഴിയിൽ തന്നെ നിലകൊള്ളും. ഹി വിൽ റിവീൽ ദ ലോഡ് ഓഫ് ദ വേ, വഴിയുടെ കർത്താവിനെ വെളിപ്പെടുത്തും. 3, ഹി വിൽ റെസിസ്റ്റ് സിൻ, പാപത്തെ എതിർക്കും. 4, റിവീൽ ഹിസ് ഓറക്കിൾസ്, ദൈവ പ്രമാണങ്ങളെ അവൻ വെളിപ്പെടുത്തും. 5, റിമെയിൻ വിത്ത് ഹിം, അവനോട് പറ്റി നിൽക്കും. 6, റിറ്റെയിൻ ഹിസ് വിഷൻ ആൻഡ് വിഗർ, ദർശനവും ആരോഗ്യവും കാത്തു സൂക്ഷിക്കും. 7, റിസീവ്ഡ് അണ്ടു ഹിം, അല്ലെങ്കിൽ റെസ്റ്റ് ഇൻ ഹിം, അവനിൽ വിശ്രമിക്കും. എത്ര ഭാഗ്യമാണ് പ്രിയമുള്ളവരെ! ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ പുറകെ പോയി, അതിനുവേണ്ടി പ്രവൃത്തികൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച്, ഈ പ്രവൃത്തികളുടെ പുറകെ പോയവർക്ക് ആർക്കും ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് മുഴുവൻ മോശയാണ്. അവർക്ക് വേണ്ടി എല്ലാം ചെയ്തത് മോശയാണ്. എന്നാൽ കാര്യം വഴി അറിഞ്ഞവൻ, വഴിയറിഞ്ഞ് നാം ദൈവവഴിയെ മനസ്സിലാക്കി നമ്മെ ജീവിതത്തിൽ എതിലേക്കൂടെ നടത്തിയാലും ഇത് ദൈവത്തിൻ്റെ വഴിയാണെന്നുള്ള ബോധ്യത്തോടെ അതിൽ തന്നെ നിലകൊണ്ടാൽ, ഇടത്തോടോ വലത്തോടോ മാറാതെ അവൻ്റെ വഴിയിൽ തന്നെ നടന്നാൽ തീർച്ചയായിട്ടും നാളെ വഴിയുടെ കർത്താവിനോട് ചേർന്ന് അവനെ മഹത്വപ്പെടുത്തി, അവനെ വെളിപ്പെടുത്തി, പാവത്തോട് എതിർത്ത് നിന്ന് ദൈവപ്രമാണങ്ങൾ ലോകത്തോട് അറിയിച്ച്, ആരോഗ്യം ചോർന്നു പോകാതെ, ദർശനം ചോർന്നു പോകാതെ സ്വർഗീയ ദർശനത്തിൽ നിലനിന്ന് സ്വർഗീയനോട് ചേരുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കും. വലിയവനായ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. പ്രവൃത്തികളുടെ പുറകെ അല്ല, ആ പ്രവൃത്തികളുടെ പുറകെ പോകുന്നെങ്കിൽ നാളെ ആ പ്രവൃത്തി, നാം വിചാരിക്കുന്ന പ്രവൃത്തി നടക്കാതെ വരുമ്പോൾ നാം പിറുപിറുക്കും, നാം പിന്മാറും. എന്നാൽ അവൻ്റെ വഴിയിൽ നിന്നാൽ, വഴിയിൽ തന്നെ നിന്നാൽ, വഴിയെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചാൽ നാം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെന്നെത്തിച്ചേരും. ആ യഹോവയുടെ വഴികൾ ചുവള്ളവയല്ലയോ, നീതിമാന്മാർ അവയിൽ നടക്കും, അതിക്രമക്കാരോ അതിൽ ഇടറി വീഴുമെന്ന് ഹോശേയ-പ്രവചനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന് അത് വിട്ടിടത്തോടോ വലത്തോടോ മാറാതെ അതിൽ നിലനിന്ന് വഴിയുടെ കർത്താവിനോട് ചേരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, വലിയവനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു വന്ന് 103-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് അല്പമായി ചിന്തിപ്പാണ്ടേയായല്ലോ. പ്രവൃത്തിയുടെ പുറകെ പോയവർ നിരാശരും ദുഃഖിതരും
ലക്ഷ്യത്തിലെത്താത്തവരുമായി വഴിയിൽ അവസാനിപ്പിച്ചപ്പോൾ കർത്താവ് എങ്ങനെ വഴി അറിഞ്ഞ മോശ അങ്ങോട്ട് ചേർക്കപ്പെട്ടോ ഞങ്ങൾ ചിന്തിച്ചു. ഞങ്ങളുടെ ഈ ജീവിതത്തിൽ വഴി അറിഞ്ഞ് കർത്താവിനോട് ഒത്തുനിന്ന അത് അങ്ങ് വിട്ടെടുത്തതോ വലുതോ മാറാതെ ദൈവപ്രമാണങ്ങൾ വെളിപ്പെടുത്തി കർത്താവിന് വേണ്ടി സംസാരിച്ച് നാഥാ ഞങ്ങളുടെ ആത്മീയ ശക്തി നിലനിർത്തി അങ്ങോട് ചേരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. അങ്ങ് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. ഉത്തരവരണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.